കേരളത്തിലെ പുറംകടലിൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം മൂന്നാം ദിവസവും തുടരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ 3 കപ്പലുകൾ പുലർച്ചെ വരെ ദൗത്യം തുടർന്നെങ്കിലും വിജയിച്ചില്ല. തീപിടുത്തത്തിന്റെ തീവ്രത കുറഞ്ഞെങ്കിലും കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് വ്യാപിക്കുന്നതാണ് പ്രതിസന്ധി. രവീന്ദ്രൻ അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങളുമായി ചേരും. ഇപ്പോഴും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി. രവീന്ദ്രനുണ്ട്. ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തത് നമുക്കറിയാം. ആ കണ്ടെയ്നറുകളിൽ അടങ്ങിയിട്ടുള്ള രാസപദാർത്ഥങ്ങൾ അത് അത്രത്തോളം തീവ്രമാണ്, വിഷമയമുള്ളതാണ്. അതിനാൽ തന്നെ ആകും എന്നുള്ളത്. ഈ രക്ഷാദൗത്യം അതുമായി ബന്ധപ്പെട്ട് ഈ വെല്ലുവിളി ഉയർത്തുന്ന പൊട്ടിത്തെറികൾ, അടിക്കടി പൊട്ടിത്തെറി ഉണ്ടാകുന്നു. തീ നിയന്ത്രണ വിധേയമാകുന്നില്ല എന്ന സാഹചര്യം നിലനിൽക്കുന്നതിനൊപ്പം തന്നെ ഈ കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ അത് തീരത്തേക്ക് അടിയാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ടല്ലോ. അത് എത്രത്തോളം ആശങ്കാജനകമാണ്? ആര്യ 157 കണ്ടെയ്നറുകളാണ് കടലിൽ ഈ കപ്പലിൽ മുഴുവൻ ഉണ്ടായിരുന്നത് എന്നുള്ള വിവരമാണല്ലോ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അതിൽ തന്നെ അങ്ങേയറ്റം ഹാമായിട്ടുള്ള സബ്സ്റ്റൻസുകൾ അടങ്ങിയ കണ്ടെയ്നറുകളാണ് ഏറെയും ഉള്ളത്. പലതും തീ പിടിക്കുന്നവയാണ്, അതല്ലെങ്കിൽ വെള്ളവുമായി സമ്പർക്കത്തിലാകുമ്പോൾ തന്നെ തീ പിടിക്കുന്നവയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ, അത് മാത്രമല്ല വെള്ളവുമായി സമ്പർക്കത്തിലാകുമ്പോൾ ഘർഷണം ഉണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ വായുവുമായി സമ്പർക്കത്തിലാകുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രതിപ്രവർത്തനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള രാസവസ്തുക്കളാണ് അതിലേറെയും ഉള്ളത്. റേസിൻ കോമ്പൗണ്ട് ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള അത്തരത്തിൽ ഹൈലി ഇൻഫ്ലെയിമബിളായ വസ്തുക്കൾ അതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതുമാത്രമല്ല, ഈ തീപിടുത്തം മിനിയാന്ന് തുടങ്ങിയതാണ്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ കോസ്റ്റ് ഗാർഡിൻ്റെ 5 വെസൽസാണ് ആ സമീപ പ്രദേശങ്ങളുള്ളത്. എന്നിരുന്നാൽ പോലും കപ്പലിലേക്ക് അടുക്കാനോ കപ്പലിലെത്തി നിയന്ത്രണ വിധേയമാക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, ഈ കണ്ടെയ്നറുകൾ, അതായത് കടലിൽപ്പെട്ടിട്ടുള്ള കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിയാനുള്ള സാധ്യതയുണ്ട്. ഇത് കൊച്ചി മുതൽ തൃശ്ശൂർ വരെയുള്ള ഭാഗങ്ങളിലേക്ക് അടിയാനുള്ള സാധ്യതയുണ്ട് എന്നൊരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അങ്ങേയറ്റം ആശങ്ക തീരത്ത് ഉണ്ടാകുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾക്ക് ഈ ആശങ്കയുണ്ട് എന്നുള്ള കാര്യവും. മാത്രമല്ല, ഈ രാസവസ്തുക്കൾ ഈ കടലിൽ തീ പിടിക്കുന്നതിനൊപ്പം കടൽ വെള്ളത്തിൽ കലർന്നാലും അല്ലെങ്കിൽ ഖരവസ്തുവായി തുടർന്നാലും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനത്തെ ഒരു ഇതിൽ അങ്ങേയറ്റം രൂക്ഷമായി മാറുകയാണ് ആ കപ്പലപകടം. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരുന്നെങ്കിൽ പോലും നമുക്കറിയാം, ആദ്യ ദിവസം മുതൽ തന്നെ 4 പേരെ, ഈ കപ്പലുമായി ബന്ധപ്പെട്ട് ഉള്ള 4 പേരെ കാണാതായിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നിട്ടും അവരെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമങ്ങളായിരുന്നു നടത്തിയിരുന്നത്. അത്തരം ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കാരണം ആ 4 പേരെ കാണാനില്ല എന്നുള്ളതും ആ ഒരു സാഹചര്യം തുടരുകയാണ്. ഈ 4 പേർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്ന് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഫയർ ഫൈറ്റിംഗ് സിസ്റ്റവുമായി അല്ലെങ്കിൽ ഫയർ ഫൈറ്റിംഗ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവർ കപ്പലിലുണ്ടായിരുന്നത്. അതേസമയം വീണ്ടും പൊട്ടിത്തെറിക്കുന്ന സബ്സ്റ്റൻസുകൾ കപ്പലിൽ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരം ഒരു ഒബ്സ്ക്യൂരിറ്റിയിലേക്ക് കപ്പലിനെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുമ്പോഴും ഈ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നതും മറ്റ് വസ്തുക്കൾക്ക് തീ പിടിക്കുന്നതുമായ സാഹചര്യം കൂടുതൽ ദുഷ്കരമാക്കുകയാണ് രക്ഷാപ്രവർത്തനത്തെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ വെസൽസ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ, പക്ഷേ അവർക്ക് അങ്ങോട്ട് അടുക്കാനുള്ള അവസ്ഥയില്ല, സിറ്റുവേഷൻ അല്ല നിലവിലുള്ളത്. ഈ കപ്പലിൻ്റെ ഉപരിതലം തണുപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടരുന്നുണ്ടെങ്കിലും ഉപരിതലം അത്രയും ഇതിനോട് അടുക്കണമെങ്കിൽ, വെസലിനോട് അടുക്കണമെങ്കിൽ തന്നെ കപ്പലിൻ്റെ ഉപരിതലം തണുപ്പിക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതനുസരിച്ച് തന്നെ ഈ കൂടുതൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുകയോ അല്ലെങ്കിൽ വെള്ളം തളിച്ച ഈ ഉപരിതലം ചൂട് ശമിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ 18 പേർക്കൊപ്പം ഈ കപ്പലിലേക്ക് അവർ ചാടി പുറപ്പെട്ടോ എന്നുള്ള രക്ഷപ്പെട്ടോ, അതല്ലെങ്കിൽ ഉൾക്കടലിലേക്ക് എങ്ങാനും പോയതാണോ, അത് തീയിൽപ്പെട്ടോ, ഏത് സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഈ 4 പേരുടെ കാര്യത്തിലെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. പക്ഷേ ആദ്യ ദിവസം മുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷനുകൾ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ആദ്യഘട്ടം മുതൽ രക്ഷാപ്രവർത്തനം ഈ 4 പേരെ രക്ഷിക്കാനും അവരെ കണ്ടെത്താനുമുള്ള ശ്രമങ്ങളായിരുന്നു ഊർജിതമാക്കിയെന്നത്. രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ 4 പേരെ കുറിച്ച് ഇതുവരെയും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നതാണ് ദുഃഖകരം. അതോടൊപ്പം ഈ കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ
കൊച്ചി തൃശൂർ തീരത്തേക്ക് അടുക്കും. അത് ഇന്നോ നാളെയോ അടുക്കാനുള്ളൊരു സാധ്യതയാണ് പ്രവചിക്കുകയും ചെയ്യുന്നത്.